മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച 2026 ഏപ്രിൽ 3 ദുഃഖവെള്ളിയാഴ്ച എന്നത് ക്രിസ്തു ക്രൂസിഫൈ ചെയ്ത അതേ ദിനം തന്നെയാണ് ഈ പ്രാവശ്യം നാം ദുഃഖവെള്ളിയാഴ്ച ആചരിച്ചത്. കർത്താവിൽ നിന്നും അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ഈ ലോകത്ത് ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യമാണ്. കർത്താവിൻ്റെ ചൈതന്യം നിലനിൽക്കുന്ന പല ഇടങ്ങളുമുണ്ട്, എന്നാൽ എല്ലായിടത്തുമല്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നത് വരാപ്പുഴ അതിരൂപത മാടവന സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൽ വെച്ച് ദുഃഖവെള്ളിയാഴ്ച ഉണ്ടായ ഒരു അത്ഭുതകരമായ ദൃശ്യത്തെ ബോധ്യപ്പെടുത്തുവാനാണ്. കണ്ട ആകാശത്തിലെ ദൃശ്യം അത് പകർത്തുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. അതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. പല ദർശനങ്ങളും എനിക്ക് ലഭിക്കുന്ന കൂട്ടത്തിൽ ദൈവം എനിക്കായിട്ട് ഒരുക്കിത്തന്ന സ്വർഗീയ വിരുന്നായിട്ട് എനിക്കത് മനസ്സിലായി. ആ ദേവാലയത്തിന് മുകളിലെ ആകാശ വിധാനത്തിൽ കണ്ടത് മേഘങ്ങൾക്കിടയിൽ ചന്ദ്രന് മുകളിലായിട്ട് ക്രിസ്തുവിൻ്റെ കുരിശും അതിൽ ക്രൂശിതനായ യേശുവിനെയും കാണുവാനായിട്ട് സാധിച്ചു. ഞാൻ ആ ചിത്രം ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 83-ാം ഖണ്ഡികയിൽ കർത്താവ് ഫൗസ്റ്റീനയോട് പറയുന്നത് താഴെ പറയും വിധം എഴുതുക: നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു. ന്യായവിധിയുടെ ദിവസം ഉദിക്കും മുമ്പ് ഈ അടയാളം ആകാശത്ത് നൽകപ്പെടും. ആകാശം പ്രകാശരഹിതമാവുകയും വലിയ അന്ധകാരം ഭൂമുഖത്തെ ആവരണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആകാശത്ത് കുരിശടയാളം കാണപ്പെടും. രക്ഷകന്റെ കരങ്ങളും പാദങ്ങളും തറച്ച ആണിപ്പഴുതിലൂടെ വലിയ പ്രകാശരശ്മികൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ ഭൂമിയെ പ്രകാശിപ്പിക്കും. ഇത് അന്ത്യനാളിന് തൊട്ടു മുമ്പായി സംഭവിക്കും. ദൈവജനം ജാഗ്രതയായിരിക്കേണ്ടത് ഒരു സന്ദേശമാണ് ഈ ദൃശ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എനിക്ക് ലഭിച്ച ദർശനത്തിലും ഇന്നത്തെ കർത്താവിൻ്റെ സഭയുടെ അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയുണ്ടായി. കർത്താവിൻ്റെ തിരുക്കുരിശിൽ 2 കാലുകൾ ഒരു ആണിയിൽ തറച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നാം വിശുദ്ധ കുരിശിനെ കാണുന്നത്. എന്നാൽ ഇന്ന് സഭയിലുടനീളം നടക്കുന്ന കർത്താവിനെതിരെ നടക്കുന്ന നടപടികളുമായി സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ആ ദർശനത്തിലൂടെ കാണുന്നത് കർത്താവിൻ്റെ 2 കാലുകളിലും ആണിയടിച്ച ആ പാദങ്ങളിൽ ഒരു പാദത്തെ വലിച്ചു പറിച്ച് പിണച്ചിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് കർത്താവിൻ്റെ ആ കുരിശിനെ നാം കാണുന്നത്. തീർച്ചയായും ഇതിലൂടെയെല്ലാം കർത്താവ് നമുക്ക് സന്ദേശം നൽകുന്നുണ്ട്. കർത്താവിനെ എതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ നമ്മുടെ സഭയിലും നമ്മുടെ ലോകത്ത് ചുറ്റും ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ജാഗരൂകരായിരിക്കണം. ഇന്ന് അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ ഓരോരുത്തരിലും പ്രലോഭനം നൽകുമ്പോൾ നാം അതിൽ വീഴാതിരിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൽ നാം
ഉചിതമായത് പ്രവർത്തിക്കുവാനായിട്ടുള്ള കൃപാവരങ്ങൾ യാചിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാം. അതിനുള്ള കൃപാവരങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.